തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അതായത് വിശ്വാസികൾ ഒരുപാട് വ്രതാനുഷ്ഠാനങ്ങളോട് കൂടിയിട്ട് അമ്മയുടെ ആ ഒരു ആചാരവുമായി ബന്ധപ്പെട്ട് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നിപ്പോൾ സുരേഷ് ഗോപി ആ അമ്പലത്തിൽ പോവുകയും അവിടെ ഈ ചോറ് വിളമ്പി കൊടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നാളെയാണ് പൊങ്കാല. അപ്പോൾ ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ ശ്രദ്ധിക്കുന്ന, അതുപോലെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ആറ്റുകാൽ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഭക്തി സാന്ദ്രമായ നിമിഷങ്ങളാണ്. അപ്പോൾ അവിടെ പോകുന്ന ആളുകൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ധന്യയുടെ വീട് ഈ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന അമ്പലത്തിൻ്റെ അടുത്തുകൂടെ ആയതുകൊണ്ട് കുറച്ചുകൂടെ ധന്യക്ക് അത് പറയാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയാണ് ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഈ പൊങ്കാല എന്ന് പറയുമ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് ലോകം മുഴുവൻ ആളുകൾ വരുന്നുണ്ട്. പല വിദേശികളൊക്കെ വന്ന് പൊങ്കാല ഇടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങൾ തിരുവനന്തപുരത്തുകാരുടെ സ്വകാര്യ അഹങ്കാരമാണ് പത്മനാഭനും ആറ്റുകാൽ അമ്മയും എന്നൊക്കെ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ 10 ദിവസവും വ്രതം എടുത്ത് വീടൊക്കെ വൃത്തിയാക്കി അങ്ങനെ പോകുന്ന പലരും, അത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ആറ്റുകാൽ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി തന്നെ പോകണമെന്നൊന്നുമില്ല ഞങ്ങൾക്ക്. ഉത്സവ സമയത്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഈ അമ്പലത്തിന് ചുറ്റും നടന്ന് അങ്ങനെയൊക്കെ കാരണം പൊങ്കാല സമയങ്ങളിൽ ഒരുപാട് ഭക്തർ ദിനം പ്രതി വന്നു പോകുന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്കൊക്കെ കയറി തൊഴാനുള്ള അസൗകര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ കഴിവതും, കാരണം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമല്ലേ, അപ്പോൾ ദൂരെയുള്ള ആളുകളൊക്കെ വന്ന് തൊഴട്ടെ, അവർക്കൊരു ബുദ്ധിമുട്ട് അപ്പോൾ ഉണ്ടാക്കണ്ട, പിന്നീട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം എന്നുള്ളൊരിതുള്ളതുകൊണ്ട് അങ്ങനെ ഈ പൊങ്കാല സമയത്തൊന്നും കൂടുതൽ അമ്പലങ്ങളിൽ അങ്ങനെ ആറ്റുകാൽ അമ്പലത്തിനുള്ളിൽ കയറി തൊഴാൻ ഞാൻ ശ്രമിക്കാറില്ലെന്നുള്ളൂ. പക്ഷേ ചുറ്റും നമ്മളവിടെ പറയുമ്പോൾ തന്നെ എന്ന് വെച്ചാൽ നാളെയാണ് പൊങ്കാല, എൻ്റെ അമ്മ പൊങ്കാല ഇടാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ അമ്മ എന്നെ വിളിച്ചിട്ട് അമ്മ പറയുന്നത് അമ്പലത്തിലൊക്കെ പോകണം, നാളെയാണ് പൊങ്കാല, നാളെ രാവിലെ നീ അവിടെ അടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിലൊക്കെ പോയി തൊഴണം. കാരണം നമുക്ക് അത്ര ഒരു ആവേശമാണ് ആറ്റുകാൽ. കഴിഞ്ഞ തവണ എനിക്ക് പൊങ്കാല ഇടാനുള്ള, ഒരു 5-6 തവണ പൊങ്കാല ഇടാനുള്ള ഭാഗ്യം കിട്ടി. കഴിഞ്ഞ തവണ കിട്ടി. ഇത്തവണ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കഴിഞ്ഞ തവണ പൊങ്കാല ഇടാൻ പോയപ്പോഴും എൻ്റെ ചേച്ചിയുടെ വീട് ഈ പൊങ്കാല ഇടുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ പോയി രാവിലെ ആരും ഉറങ്ങത്തില്ല അന്ന് രാത്രി. കാരണം ഈ വീടുകളിൽ മത്സ്യമാംസാദികളൊന്നും വാങ്ങില്ല, 10 ദിവസമായിട്ട് നമ്മൾ വ്രതത്തിലാണ്. അപ്പോൾ രാവിലെ ആഹാരം നമ്മുടെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഈ ആഹാരമൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഉണ്ടാക്കുന്നു. എന്നിട്ട് സംസാരം, വർത്തമാനം, ചിരി, കളി, ചായയൊക്കെ ഒരുമിച്ചിരുന്ന് കുടിക്കുന്നു. പിന്നീട് അതിനുശേഷം കുളിച്ച് റെഡിയായിട്ട് വന്നിട്ട് പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളൊക്കെ കുളിച്ച് ശരീരശുദ്ധി വരുത്തിയതിന് ശേഷം മാത്രമേ എടുക്കാവൂ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് തേങ്ങയൊക്കെ തിരുകി, പിന്നെ ഈ പൊങ്കാല ഈ ഭണ്ഡാരടുപ്പിൽ നിന്ന് തീ പകർന്ന് വന്നിട്ട് ഈ പൊങ്കാലയ്ക്ക് നമ്മൾ തീയൊക്കെ കത്തിച്ച് തിളയ്ക്കുന്ന ഒരു സമയമുണ്ട്. പൊങ്കാല തിളയ്ക്കുന്ന ഒരു സമയം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായി ഏറ്റവും ഞങ്ങളൊക്കെ നിർവൃതി കളയുന്ന ഒരു നിമിഷമാണത്. അപ്പോഴുള്ള ഒരു വിളിയുണ്ട്, അമ്മേ നാരായണ എന്ന് പറഞ്ഞൊരു നമ്മുടെ മനസ്സിൽ നിന്ന് അറിയാതെ നമ്മൾ പോലും ചിന്തിക്കാതെ വരുന്നൊരു വിളിയുണ്ട്. ആ ഒരു വിളി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം ഇത് നമ്മൾ അമ്മയിൽ അർപ്പിച്ചുകൊണ്ട്, അപ്പോൾ നമ്മളൊരു മാധ്യമ പ്രവർത്തകയൊന്നും അല്ല, നമ്മളൊരു സാധാരണ ആളാണ് നമ്മളപ്പോൾ. എല്ലാ ദുഃഖങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം അമ്മയിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ നിൽക്കണം. എന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം പ്രാർത്ഥന. ഈ ഫെബ്രുവരി മാർച്ച് എന്നൊക്കെ പറയുന്നത് നല്ല ചൂട് സമയമാണ്. ഒന്നാമതിപ്പോൾ 10 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങിക്കൂടാ എന്നൊക്കെ പറയുന്ന സമയമാണ്. ആ ഒരു വെയിൽ പോലും വകവയ്ക്കാതെയാണ് ഈ റോഡിൻ്റെ വക്കിലും വീടിൻ്റെ ഫ്രണ്ടിലും ഒക്കെ പൊങ്കാല ഇടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആരും തണൽ തേടിയൊന്നും പോകാറില്ല. കഴിവതും അമ്പലത്തിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും കിട്ടുമോ എന്നാണ് എല്ലാവരും. അവിടെ വെയിലാണോ അങ്ങനെ ഒന്നും ആരും. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എവിടെ പൊങ്കാല ഇട്ടാലും ഏത് ഭാഗത്ത് 8 കിലോമീറ്റർ ചുറ്റളവിലാണ് പൊങ്കാല എന്നാണ് എൻ്റെ ഓർമ്മ. തെറ്റാണെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കുക. അപ്പോൾ അത്രയും ഭാഗങ്ങളിൽ എല്ലായിടത്തും അന്നദാനം, കറക്റ്റ് സമയത്ത് ഇതെല്ലാം ഫ്രീ ആണേ. വെള്ളം കൊടുക്കാനും പിന്നെ നാരങ്ങ വെള്ളമാണെങ്കിലും മോര് സംഭാരമാണെങ്കിലും ഒക്കെ കൊടുക്കാനും പൗരസമിതിക്കാരും അവിടുത്തെ കരയോഗക്കാരും അല്ലെങ്കിൽ അവിടെ ഉള്ള അസോസിയേഷൻകാരും ഒക്കെ അങ്ങ് ഭയങ്കരമായി. ഇനി പൊങ്കാല കഴിയുന്നത് വരെയല്ല, പൊങ്കാല ഇട്ടിട്ട് പോകുന്നവർക്കും വെള്ളം കൊടുക്കാനും ആഹാരം കഴിക്കാൻ കൊടുക്കാനും ഒക്കെ ഭയങ്കരമായ ഒരു വല്ലാത്തൊരു ഐക്യം. നമ്മൾ അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇതൊന്നുമില്ല, മതമേ ഇല്ല. എല്ലാവരും ക്രിസ്ത്യൻസിൻ്റെ വീടുകളിലാണ് ഞാൻ 2 തവണ എങ്ങാണ്ട് പൊങ്കാല ഇട്ടതെന്ന് പറഞ്ഞാൽ
ഇവിടെ എല്ലാവരും വീടുകൾ അങ്ങ് തുറന്നിട്ട് തരികയാണ്, നിങ്ങൾ കയറി. അതാണ് ഞാൻ അത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ വീടിന്റെ ഗേറ്റ് എല്ലാം അടച്ചിട്ടിരിക്കും, പുറമേ നിന്ന് ഒരാൾ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ആറ്റുകാൽ പൊങ്കാല വരുന്നു എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് ആളുകൾ വരുന്നത് എന്ന് പോലും അറിയില്ല. ആ ആളുകൾക്കൊക്കെ നമ്മുടെ വീടുകൾ തുറന്നിട്ടുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. എല്ലാ സൗകര്യങ്ങളും ഭയങ്കര കൂട്ടായ്മയാണ്. തീർച്ചയായിട്ടും ആഹാരം തരും അവിടെ നിന്ന്. പിന്നെ കറക്റ്റ് സമയം നമുക്കിപ്പോൾ നമ്മൾ ചൂട്ടോ കൊതുമ്പെന്നൊക്കെയാണ് ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ പറയുന്നത്, ഈ ആറ്റുകാലമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കാൻ വെക്കുന്ന സാധനങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ അവർ നമ്മളെ സഹായിക്കും. ഭയങ്കരമായൊരു കൂട്ടായ്മ നമ്മൾ നാളെ നമുക്ക് തിരുവനന്തപുരം മുഴുവൻ കാണാൻ സാധിക്കും. പിന്നെ പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഓടാനുള്ള ഒരു തിരക്കും കാര്യങ്ങളും, പൊങ്കാല ഇട്ട് വന്ന് വീട്ടിലിരുന്നിട്ട് നമ്മൾ ഇനി അടുത്ത പൊങ്കാല വരെ കാത്തിരിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു ജനുവരി ആകുമ്പോൾ തന്നെ ചോദിച്ചു തുടങ്ങും, ആറ്റിയ പൊങ്കാല എന്നാ, ആറ്റിയ പൊങ്കാല എന്നാ. ഞങ്ങൾക്കൊക്കെ ഇതൊരു വല്ലാത്തൊരു എന്താ പറയുക, അവിടെ പൊങ്കാല ഇടാൻ പോകാത്തതിൽ വലിയ വിഷമമുണ്ട്. പക്ഷെ അടുത്ത തവണയെങ്കിലും ദേവി കനിയട്ടെ എന്ന് ആഗ്രഹിക്കാം. ഈ പൊങ്കാലയ്ക്ക് പോകുന്നവർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അപകടങ്ങൾ, ഈ ചൂട് സമയമുണ്ട്, അപകടങ്ങൾ ഉണ്ടാവും, വലിയ സമയമൊന്നും വേണ്ട. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം പൊങ്കാലയ്ക്ക് പോകാൻ. കട്ടി കുറഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഈ സമയത്ത് നല്ലത്. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുന്നതിനായി തൊപ്പി, തുണി ഇവ കൊണ്ട് തല മറയ്ക്കണം. ജലാംശം കൂടുതലുള്ള പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും. ഇടയ്ക്കിടയ്ക്ക് കൈകാലുകളും മുഖവും കഴുകുക. അവിടെയൊക്കെ പൈപ്പോ അതുമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. കുട്ടികളെ തീയുടെ അടുത്ത് നിന്നും മാറ്റി നിർത്തണം. സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ മുടക്കം വരാതെ തന്നെ കഴിക്കണം. കഴിക്കുന്ന മരുന്നുകളുടെ വിവരങ്ങൾ കയ്യിൽ കരുതിയും വേണം. കാരണം ഈ വെയിലൊക്കെ കൂടി പലരും തലകറങ്ങി വീഴാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ എപ്പോഴും ആംബുലൻസ് സംവിധാനങ്ങൾ, എനിക്ക് തോന്നുന്നു പോലീസ് എത്രയും ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന മറ്റൊരു സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ശബരിമലയിലും ഇങ്ങനെയാണ്. പക്ഷെ അതിലും 100 ഇരട്ടി പോലീസുകാരാണെന്ന് തോന്നുന്നു ആറ്റുകാൽ അമ്പലത്തിലെ ഡ്യൂട്ടിക്ക്. പക്ഷെ അവരൊക്കെ എന്ത് സ്നേഹത്തോടു കൂടി, എന്ത് കരുതലോടുകൂടിയും വളരെ മാന്യമായും ഒക്കെ ഭക്തരാണ് വരുന്നത്. അതും കൂടുതൽ സ്ത്രീകളാണ് എന്നുള്ളത്, സ്ത്രീകളുടെ ശബരിമല എന്നാണ് പറയുന്നത്, കൂടുതലും സ്ത്രീകളാണ് വരുന്നത്. അപ്പോൾ അവരെ ആ രീതിയിൽ അവർ അത്ര ഇന്ന് വരെ നമ്മളൊക്കെ എത്രയോ വർഷമായി തിരുവനന്തപുരത്ത് ആറ്റുകാലം, ഇന്ന് വരെ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തിരക്കായതിനാൽ പൊങ്കാല ഇടുമ്പോൾ തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. തീ പിടിക്കാതിരിക്കാൻ നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തീ പിടിക്കുന്ന രീതിയിൽ അലസമായ വസ്ത്രങ്ങൾ ധരിക്കരുത്. ചുറ്റുമുള്ള അടുപ്പുകളിൽ നിന്ന് തീ പടരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊട്ടടുത്തൊരു ബക്കറ്റ് വെള്ളം കരുതി വെക്കാൻ മറക്കരുത്. വസ്ത്രങ്ങളിൽ തീ പിടിച്ചാൽ പരിഭ്രമിച്ച് ഓടുകയും ചെയ്യരുത്. വെള്ളം ഉപയോഗിച്ച് ഉടൻ തീ അണയ്ക്കുക. അടുത്തുള്ള വോളണ്ടിയർമാരുടെ സഹായം തേടുക. തീ പൊള്ളലേറ്റാൽ പ്രഥമ ശുശ്രൂഷ ചെയ്യണം. പൊള്ളലേറ്റ ഭാഗത്ത് അനാവശ്യ ക്രീമുകൾ ഉപയോഗിക്കരുത്. ആവശ്യമെങ്കിൽ ഡോക്ടറുടെ സേവനം തേടുക. പൊങ്കാലയ്ക്ക് ശേഷം വെള്ളം ഒഴിച്ച് തീ കെടുത്തണം. അത് ഈ പൊങ്കാലയ്ക്ക് പൊങ്കാല കഴിഞ്ഞ് നിവേദ്യം കഴിഞ്ഞതിന് ശേഷം ആളുകൾ തിരക്ക് പിടിച്ച്, കാരണം ബസ്സും ട്രെയിനും ഒക്കെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓട്ടോ ആയിരിക്കും. പിന്നെ മണിക്കൂറുകളോളം ഈ ഗതാഗത കുരുക്കൊക്കെ അനുഭവപ്പെടും. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം എന്നുള്ളതാണ്. അപ്പൊ ഈ തീയൊന്നും അണയ്ക്കത്തില്ല, അവിടെ അങ്ങ് പുകഞ്ഞുകൊണ്ടിരിക്കും. ആരെങ്കിലും കാണാതെ ഇതിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഈ ചൂടായതുകൊണ്ട് എല്ലാവരും നേരത്തെ സാരികൾ അങ്ങനത്തെ വസ്ത്രങ്ങളൊക്കെ ധരിക്കും. അപ്പൊ പെട്ടെന്ന് ഇത് പിന്നെ ആളി കത്തി പടരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ച് അമ്മയ്ക്കിഷ്ടം മൺകലത്തിൽ, നമ്മൾ ഈ ആറ്റുകാൽ അമ്മ എന്നൊന്നും പറയില്ല, അമ്മ എന്നാണ് വിളിക്കുന്നത്, നമ്മുടെയൊക്കെ അമ്മ പോലെയാണ്. അപ്പം അമ്മയ്ക്കിഷ്ടം മൺകലത്തിൽ പൊങ്കാല ഇടുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും പൊങ്കാലയ്ക്ക് ഇട്ട് ആർക്കൊരു അപകടങ്ങളൊന്നും ഉണ്ടാവാതെ സന്തോഷമായി എല്ലാവരും പൊങ്കാലയ്ക്ക് എത്തി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങട്ടെ. എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാല ആശംസകൾ. തീർച്ചയായും.